Hi everyone, welcome to my classroom. Now we are going to discuss about a process account including scrap. That means normal loss including loss in weight and scrap. Okay. What is scrap? Sometimes normal loss may have some realizable value. Then the loss is called scrap. Scrap is incidental material residue coming out of certain type of manufacturing. It is saleable, therefore it has value. According to ICMA London, scrap is discarded material having some recovery value which is usually disposed of without further treatment. സ്ക്രാപ്പ് എന്ന് പറയുമ്പോൾ നോർമൽ ലോസിൻ്റെ ഭാഗമായിട്ട് ചില സിറ്റുവേഷനിൽ ലോസ് ഇൻ വെയ്റ്റിൻ്റെ കൂടെ തന്നെ സ്ക്രാപ്പും ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടാണ് ആ സ്ക്രാപ്പ് എന്ന് വിളിക്കുന്നത്? ലോസ് ഇൻ വെയ്റ്റ് പോലെ മെറ്റീരിയൽ ലോസ് ആവുകയും പക്ഷെ അത് റീസെയിൽ വാല്യൂ ഉള്ളതായിരിക്കും. വളരെ ചെറിയൊരു വാല്യൂവിന് അത് വിൽക്കാൻ പറ്റും. ദാറ്റ് ഈസ് സെയിലബിൾ ആയിരിക്കും. സെയിലബിൾ ആയിരിക്കും എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്കത് റീസെയിലബിൾ അല്ല, സെയിലബിൾ ആയിരിക്കും, നമുക്ക് വിൽക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് ചെറിയ എമൗണ്ടിന് ആ ലോസ് ആയിട്ടുള്ള യൂണിറ്റ് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. പ്രൊഡക്ഷൻ പ്രോസസ്സിൽ നോർമലായിട്ട് ഇൻകർ ചെയ്യുന്നത് തന്നെയാണ് സ്ക്രാപ്പും ലോസ് ഓഫ് വെയ്റ്റിൻ്റെ പോലെ തന്നെ. പക്ഷേ ലോസ് ഓഫ് വെയ്റ്റിന് എന്താണ് വാല്യൂ ഉണ്ടാവില്ല. അതേ മെറ്റീരിയൽ ലോസായിട്ട് അതിന് ചെറിയ വാല്യൂ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്ക്രാപ്പ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഫർദർ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ നമ്മൾ നേരിട്ടത് ഡിസ്കാർഡ് ചെയ്യും, അത് വിൽക്കും. Then, what is the treatment of scrap in process account? Scrap should be credited in concerned process account. നോർമൽ ലോസിൻ്റെ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്, പക്ഷേ നോർമൽ ലോസിൽ നമ്മൾ എമൗണ്ട് എഴുതില്ല. നോർമൽ ലോസിൽ ലോസ് ഇൻ വെയിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രോബ്ലത്തിൽ. അതിൽ നമ്മൾ ക്വാണ്ടിറ്റിയിൽ മാത്രമേ എഴുതുന്നുള്ളൂ. റീസെയിലബിൾ വാല്യൂ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണില്ല, അത് എമൗണ്ടിൽ കാണിക്കാറില്ല, യൂണിറ്റിൽ മാത്രമേ കാണിക്കാറുള്ളൂ. പക്ഷേ സ്ക്രാപ്പിന് നമുക്ക് സെയിലബിൾ വാല്യൂ ഉള്ളത് കൊണ്ട്, ചെറിയൊരു വാല്യൂ ഉള്ളത് കൊണ്ട് യൂണിറ്റിലും കാണിക്കണം, വാല്യൂവും കാണിക്കണം. അപ്പോൾ കൺസേൺഡ് പ്രോസസ് അക്കൗണ്ടിൽ നമ്മളത് ക്രെഡിറ്റ് ചെയ്യും. ക്വാണ്ടിറ്റി ഓഫ് സ്ക്രാപ്പ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ക്വാണ്ടിറ്റി കോളം. സെയിൽ പ്രൊസീഡ്സ് ഓഫ് സ്ക്രാപ്പ് റെക്കോർഡഡ് ഇൻ എമൗണ്ട് കോളം. എത്ര രൂപക്കാണോ വിൽക്കുന്നത് അത് നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതും. എത്ര ക്വാണ്ടിറ്റി ആണോ സ്ക്രാപ്പിൽ വന്നത് അത് ക്വാണ്ടിറ്റി കോളത്തിലും എഴുതും. എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം സ്ക്രാപ്പ് റെഡ്യൂസസ് കോസ്റ്റ് ഓഫ് പ്രോസസ് ടു സം എക്സ്റ്റെൻറ്റ്. സ്ക്രാപ്പ് വിറ്റ് കിട്ടുന്ന ക്യാഷ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കും. കോസ്റ്റ് അത്രയും എമൗണ്ട് ഇപ്പോൾ 50 രൂപയാണെങ്കിൽ 50 രൂപ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ആയി കിട്ടും, അല്ലേ? ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് വരില്ലേ ചെയ്തപ്പോൾ ഡെബിറ്റ് സൈഡിൽ എമൗണ്ട് കുറയും. ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് വിൽ ഇൻക്രീസ് ബിക്കോസ് സ്ക്രാപ്പ് ഹാസ് ഓൺലി സ്മോൾ വാല്യൂ. സ്ക്രാപ്പിന് വളരെ ചെറിയ വാല്യൂ ഉണ്ടാവുള്ളൂ, പക്ഷേ യൂണിറ്റ് അത്രയും നഷ്ടമാവും ചെയ്തിട്ടുണ്ടാവും. കോസ്റ്റ് പെർ യൂണിറ്റ് കൂടും. സ്ക്രാപ്പ് ഈസ് ഷോൺ ഇൻ ദ പ്രോസസ് അക്കൗണ്ട് ഇൻ ദി ഫോളോയിങ് മാനർ. പ്രോസസ് അക്കൗണ്ടിൽ ഇങ്ങനെയാണ് കാണിക്കേണ്ടത്. ബൈ സെയിൽ ഓഫ് സ്ക്രാപ്പ് എമൗണ്ടും യൂണിറ്റും കാണിക്കാം. ജേണൽ എൻട്രീസ് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. നോർമൽ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോസസ് അക്കൗണ്ട്. ദാറ്റ് ഈസ് നോർമൽ ലോസ് ആണ് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും എൻട്രി ചെയ്യേണ്ടത്. നോർമൽ ലോസിൽ ലോസ് ഇൻ വെയ്റ്റും സ്ക്രാപ്പും വരികയാണ് ചെയ്യുന്നത്. നോർമൽ ലോസ് ശരിക്കും ജേണൽ എൻട്രി ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്? നോർമൽ ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോസസ് അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. സ്ക്രാപ്പ് വാല്യൂ എമൗണ്ടും കൊടുക്കുക. ഇനി ആ സ്ക്രാപ്പ് വാല്യൂ നമുക്ക് കിട്ടുമ്പോൾ റിയലൈസ് ചെയ്യുമ്പോൾ ക്യാഷായിട്ട് നമുക്ക് കിട്ടുന്നത്, അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോസസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഈ രണ്ട് ജേണൽ എൻട്രിയാണ് അതിനകത്ത് വരിക. ക്വസ്റ്റ്യൻ: ദി പ്രോഡക്റ്റ് ഓഫ് മാനുഫാക്ചറിങ് കമ്പനി പാസസ് through two process A and B, then to finished stock. It is ascertained that in each process 5% of total weight put in lost. 5% loss in weight വരും, 10% സ്ക്രാപ്പ് വരും. സ്ക്രാപ്പ് റിയലൈസ് ചെയ്യുന്നത് ഒരു ടണ്ണിന് 80 രൂപയായിട്ടാണ് റിയലൈസ് ചെയ്യുന്നത്. അതുപോലെ 200 പെർ ടൺ, അതായത് 80 രൂപ പ്രോസസ് എയിലും പ്രോസസ് ബിയിൽ 200 രൂപയായിട്ടാണ് സ്ക്രാപ്പ് വാല്യൂ റിയലൈസ് ചെയ്യുന്നത്. ദെൻ ദി പ്രോസസ് ഫിഗേഴ്സ് ആർ ആസ് ഫോളോസ്. മെറ്റീരിയൽ കൺസ്യൂംഡ് ഇൻ ടൺ. മെറ്റീരിയൽ എത്രയാണ്? 1070 ടൺ. പിന്നെ കോസ്റ്റ് പെർ ടൺ ഇൻ റുപ്പീസ് 125 റുപ്പീസ്, 200 റുപ്പീസ്. വേജസ് ഇൻ റുപ്പീസ് 18,000,
12,000. മാനുഫാക്ചറിങ് എക്സ്പെൻസസ് 6,000, 5,000. മെറ്റീരിയൽ ടണ്ണിലാണ് നമുക്ക് തന്നിട്ടുള്ളത് 1000. അതിൻ്റെ റുപ്പീസ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു ഒരു ടണ്ണിന് 125 റുപ്പീസാണ്. അപ്പോൾ 125 ഇൻറ്റു 1000 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, 1,25,000. അതുപോലെ ബിയുടെ കേസിലാണെങ്കിൽ 70 ടണ്ണാണ് ഇൻറ്റു 200. ദറ്റ് മീൻസ് 14,000. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? മെറ്റീരിയൽ എത്രയാണ് കൺസ്യൂം ചെയ്തിട്ടുള്ളത്, ഒരു ടണ്ണിന് എത്ര രൂപയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കാണാം. വേജസ് ഓൾറെഡി തന്നിട്ടുണ്ട്, അതുപോലെ മാനുഫാക്ചറിങ് എക്സ്പെൻസും തന്നിട്ടുണ്ട്. പാരഗ്രാഫിൽ പറയുന്നത് 2 പ്രോസസ്സ് ഉണ്ട്, എയും ബിയും. രണ്ടിലും 5% ലോസ് ഇൻ വെയ്റ്റും വരുന്നുണ്ട്, സ്ക്രാപ്പ് 10% വരുന്നുണ്ട്. അതിനകത്ത് റിയലൈസബിൾ വാല്യൂ എന്ന് പറയുന്നത് റിയലൈസ് ചെയ്യുന്നത് 80 രൂപ ഒരു ടണ്ണിന്, 200 രൂപ ഒരു ടണ്ണിന്, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. പ്രോസസ്സ് എ അക്കൗണ്ട് ടി ഫോം വരച്ചു, 2 സൈഡിലും യൂണിറ്റുകളും എമൗണ്ടുകളും എഴുതി. ഇവിടെ ഒരു യൂണിറ്റ് ടണ്ണിലാണ് തന്നിട്ടുള്ളത്. നമുക്ക് യൂണിറ്റ് കോളത്തിന് ഹെഡിങ് ടൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ്. ടു മെറ്റീരിയൽ കോസ്റ്റ് 125 റുപ്പീസ് പെർ ടൺ അല്ലേ, 125 ആണ്. അപ്പോൾ ഒരു എത്ര ടണ്ണ് യൂസ് ചെയ്യുന്നുണ്ട് പ്രോസസ്സ് എയിൽ? 1000 ടൺ ഇൻറ്റു 125 എന്ന് പറയുമ്പോൾ 1,25,000. വേജസ് ഓൾറെഡി എമൗണ്ട് ആയിട്ട് തന്നിട്ടുണ്ട് 18,000. മാനുഫാക്ചറിങ് എക്സ്പെൻസ് 6,000. ക്ലിയർ അല്ലേ? ഇനി ലോസ് ഇൻ വെയിറ്റ് കാണിക്കണം. 5% ഓഫ് ടോട്ടൽ ഇൻപുട്ടാണ്. അപ്പോൾ 1000 ടണ്ണാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 1000 ടണ്ണിൻ്റെ 5% എന്ന് പറയുമ്പോൾ എങ്ങനെ കാണുക? 1000 ഇൻറ്റു 5/100 ദറ്റ് ഈസ് ഈക്വൽ ടു 50. വാല്യൂ ഇല്ലാത്തത് കൊണ്ട് എമൗണ്ടിൽ എഴുതണ്ട. സ്ക്രാപ്പ് എന്ന് പറയുന്നത് 10%ആണ്. 1000ൻ്റെ 10% എന്ന് പറയുമ്പോൾ 100 വരും. 100 ഇൻറ്റു 80 റുപ്പീസ്, 80 രൂപയ്ക്കാണ് പ്രോസസ്സ് എയിൽ സ്ക്രാപ്പ് വിൽക്കുന്നത്. 80 റുപ്പീസിനാണ്. അപ്പോൾ 100 ഇൻറ്റു 80 എന്ന് പറയുമ്പോൾ 8,000 വരും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അക്കൗണ്ട് ബാലൻസ് ചെയ്യാണ്. ബൈ പ്രോസസ് ബി അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. 1000 യൂണിറ്റ്സിൽ 50 ലോസ് ഇൻ വെയ്റ്റും അതുപോലെ സ്ക്രാപ്പ് 100. നോർമൽ ലോസ് ആയിട്ട് ടോട്ടൽ 150 അല്ലേ. 1000ൽ നിന്ന് 150 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 850 കിട്ടും. പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ എത്രയാണ്? ഈ 1000ൽ നിന്ന് ഈ നോർമൽ ലോസ് 2 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസിങ് ഫിഗർ 850 കിട്ടും. ഇനി എമൗണ്ട് ടോട്ടൽ എന്ന് പറയുന്നത് 1,49,000 ആണ്. അതിൽ നിന്ന് ഈ സ്ക്രാപ്പ് വിൽക്കുമ്പോൾ നമുക്കൊരു 8,000 കിട്ടും. അത് മാറ്റി വെച്ച ബാക്കി 1,41,000 നമുക്ക് എമൗണ്ടും കിട്ടി. ഓക്കെ, ഈ എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അടുത്ത പ്രോസസ്സിലേക്ക് ഈ എമൗണ്ടും ഈ ക്വാണ്ടിറ്റി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. പ്രോസസ് ബി അക്കൗണ്ട് ടു പ്രോസസ് എ. പ്രോസസ് എയിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള എമൗണ്ട് ഇവിടെ ആദ്യം എഴുതാം. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്കിനെ കുറിച്ചൊന്നും പറയുന്നില്ല, അപ്പോൾ നമ്മൾ അതൊന്നും ചെയ്യണ്ട. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് 70 ടൺ ഈ ഒരു പ്രോസസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അഡീഷണലായിട്ട്. അപ്പോൾ പ്രോസസ് ബിയിൽ 70 ടണ്ണും 200 രൂപ വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്ത് 14,000 കിട്ടി. വേജസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, മാനുഫാക്ചറിങ് എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ എൻട്രി ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അടുത്ത ക്രെഡിറ്റ് ചെയ്യാനുള്ള ഐറ്റംസ്. ലോസ് ഇൻ വെയിറ്റ് 5% ഓഫ് ടോട്ടൽ ഇൻപുട്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രോസസ്സിൽ കഴിഞ്ഞ പ്രോസസ്സിന് വന്ന 850 ഉണ്ട്, ഈ പ്രോസസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത 70 ഉണ്ട്, രണ്ടും കൂടെ 920 ഉണ്ട്. ഓക്കെ, ഇത് രണ്ടും കൂടെയാണ് ഇൻപുട്ട് എത്ര ഉള്ളത്? പ്രോസസ് ബിയിലുള്ളത് 920. ഈ 920യുടെ 5% ആണ് ലോസ് ഇൻ വെയിറ്റ്. 920 ഇൻറ്റു 5/100 ചെയ്ത് നോക്കൂ, 46 യൂണിറ്റ്സ് കിട്ടും. അപ്പോൾ 46 ടൺ ക്വാണ്ടിറ്റിയിൽ എഴുതി, എമൗണ്ടിൽ എഴുതണ്ട, കാരണം ഇത് നമ്മൾ വിറ്റ് ക്യാഷ് ഒന്നും ആക്കി മാറ്റുന്നില്ല, വിറ്റ ക്യാഷ് ഒന്നും കിട്ടില്ല. സ്ക്രാപ്പ് 10% ആണ്. അപ്പോൾ ഈ 920യുടെ 10% സ്ക്രാപ്പ് നമുക്ക് കിട്ടി, 92 കിട്ടി. 92 ഇൻറ്റു എത്രയാണ് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ തന്നിട്ടുള്ളത്? 200 അല്ലേ. അപ്പോൾ എത്ര കിട്ടുക? 200 ഇൻറ്റു 92 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 18,400 ആണ് കിട്ടുക. 18,400 അല്ലേ. അപ്പോൾ സ്ക്രാപ്പ് സെയിൽ ചെയ്തിട്ട് നമുക്ക് 18,400 രൂപ കിട്ടുമെന്നാണ് മീൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? സ്ക്രാപ്പ് വാല്യൂ 10% ഓഫ് 920 സ്ക്രാപ്പ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ പ്രോസസ്സിൽ 200 രൂപ നമുക്ക് സ്ക്രാപ്പ് സെയിൽ ചെയ്താൽ കിട്ടും. ഇത് ഇൻറ്റു 200 ചെയ്യാം കേട്ടോ. 92 ഇൻറ്റു 200 ചെയ്യുമ്പോൾ 18,400 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അക്കൗണ്ട് ബാലൻസ് ചെയ്യാൻ പോവാണ്.
ഔട്ട്പുട്ട് കോളം ആദ്യം എടുക്കുക. ഔട്ട്പുട്ട് കോളത്തിൽ എത്രയാണ് വരേണ്ടത് നോക്കുക. ഇൻപുട്ട് ചെയ്തത് എത്രയാണ് നമ്മൾ 920 യൂണിറ്റ് ഇൻപുട്ട് ചെയ്തു. അതിൽ 46 ലെസ് ചെയ്യുക, നോർമൽ ലോസ് 92 നോർമൽ ലോസ് ലെസ് ചെയ്യുക. ഇത് രണ്ടും ഈ 92 നിന്ന് ലെസ് ചെയ്താൽ നമുക്ക് 782 ഉള്ളൂ ഔട്ട്പുട്ടായിട്ട്. ഇത്രയും ഇൻപുട്ട് ചെയ്തെങ്കിലും ഈ രണ്ടും ലോസും കൂടെ അത് നമ്മൾ എന്ത് ചെയ്യാണ്, ലെസ് ചെയ്യാണ്. രണ്ട് ലോസും ലെസ് ചെയ്ത ബാലൻസിങ് ഫിഗർ 782 ആണ് കിട്ടുന്നത്. ഇനി 782ൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? എമൗണ്ട് കോളം നമുക്ക് എന്ത് ചെയ്യാണ്, ടോട്ടൽ ചെയ്യാം. എമൗണ്ടിൽ 172,000 ടോട്ടൽ എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. പ്രോസസ്സ് എയിൽ നിന്ന് വന്നതും അഡീഷണൽ മെറ്റീരിയലിൻ്റെ കോസ്റ്റും വേജസും മാനുഫാക്ചറിങ് എക്സ്പെൻസസും എല്ലാം 172 ഉണ്ട്. 172ൽ നിന്ന് സ്ക്രാപ്പ് സെയിൽ ചെയ്തിട്ട് നമുക്ക് 18,400 കിട്ടിയിട്ടുണ്ട്. ഈ 18,400 എന്ത് ചെയ്യാം, ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ 172 ഇത്ര രൂപയാണ് ശരിക്കും കോസ്റ്റ്. പക്ഷേ അത് നമ്മൾ സ്ക്രാപ്പ് വിറ്റിട്ട് 18,400 നമുക്ക് എമൗണ്ട് കിട്ടുന്നത് കൊണ്ട് 18,400 ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുമ്പോൾ 1,53,600 ആണ് കോസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ആ 1,53,600 എന്ന് പറയുമ്പോൾ എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? 782 ടണ്ണാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ടണ്ണിന് എത്രയാണ് കോസ്റ്റ് വരിക നോക്കാം. 1,53,600 ഡിവൈഡഡ് ബൈ 782. അപ്പോൾ ഇത്ര രൂപയായി, ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഒരു യൂണിറ്റിന് 196.42. ക്ലിയർ അല്ലേ? 196.42 ഇതാണ് കോസ്റ്റ് പെർ യൂണിറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് 2 പ്രോസസ്സല്ലോ. ഇതാണ് ലാസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ നമ്മളത് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഇനി ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നോട്ടെന്ന് കൊണ്ട് കൊടുത്തിട്ടുള്ളത്. നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ അതിൽ ലോസ് ഇൻ വെയിറ്റും വരുന്നുണ്ട്, സ്ക്രാപ്പും വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ സോൾവ് ചെയ്തത്. നോർമൽ ലോസ് പറഞ്ഞാൽ ഇത് രണ്ടും അതിനകത്തുണ്ട്. ഇറ്റ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഓൺ ടോട്ടൽ ഇൻപുട്ട്. നമ്മൾ 2 പ്രോസസ്സിനും ടോട്ടൽ എത്രയാണോ ഇൻപുട്ട് അത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്തത് അല്ലേ. ഫസ്റ്റ് പ്രോസസ്സിൽ 1000 ഇൻറ്റു പറഞ്ഞിട്ടാണ് നോർമൽ ലോസും അതുപോലെ നോർമൽ ലോസിൽ വരുന്ന ലോസ് ഇൻ വെയിറ്റും സ്ക്രാപ്പും ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ബി പ്രോസസ്സിൽ നമ്മൾ ടോട്ടൽ ഇൻപുട്ട് എത്രയാണോ അതിൻ്റെ മുകളിലാണ് ചെയ്തത്. 920 ടോട്ടൽ വന്നു അല്ലേ, അതിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ആൻഡ് ട്രാൻസ്ഫർ ഫ്രം പ്രീവിയസ് പ്രോസസ്സ്, അതായത് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെയാണ് വരിക? നോർമൽ ലോസ് ഷുഡ് ബി കാൽക്കുലേറ്റഡ് ഓൺ ടോട്ടൽ ഇൻപുട്ട്. ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ ഫ്രം പ്രീവിയസ് പ്രോസസ് പ്ലസ് ഇൻപുട്ട് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ഇൻ ദാറ്റ് പ്രോസസ്സ്. ആ പ്രോസസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത മെറ്റീരിയലും മുന്നേ വന്നിട്ടുള്ള മുന്നത്തെ പ്രോസസ്സിൽ വന്ന മെറ്റീരിയലും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യണത്? ലോസ് ഇൻ വെയിറ്റും സ്ക്രാപ്പും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് നോർമൽ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി കോസ്റ്റ് പെർ ടൺ നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്? ടോട്ടൽ എത്രയാണോ ഡെബിറ്റ് സൈഡിലുള്ള എക്സ്പെൻഡിച്ചർ, കണ്ടോ, ടോട്ടൽ എത്രയാണോ ഡെബിറ്റ് സൈഡിലുള്ള എക്സ്പെൻഡിച്ചർ അതിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ ലെസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ കണ്ടുപിടിച്ചിട്ടുള്ളത് ആണോ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, എന്ത് ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് സ്ക്രാപ്പ് ലെസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നെറ്റ് എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കാം. ഡിവൈഡഡ് ബൈ നെറ്റ് ഔട്ട്പുട്ടാണ് ചെയ്യേണ്ടത്. നെറ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നോക്കൂ. ക്വസ്റ്റ്യൻ എടുക്കുക, അത് നമ്മൾ സോൾവ് ചെയ്തത് നോക്കൂ. സോൾവ് ചെയ്തതിനകത്ത് ക്ലിയർ ആയോ? അതായത് സോൾവ് ചെയ്തതിനകത്ത് നെറ്റ് ഔട്ട്പുട്ട് കാണുന്നത് എത്രയാണോ നമ്മുടെ ടോട്ടൽ ഇൻപുട്ട്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഇൻപുട്ട്, അതിൽ നിന്ന് നോർമൽ ലോസ് ലെസ് ചെയ്തതിന് ശേഷമാണ് നെറ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അതന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് നോക്കൂ. ടോട്ടൽ ഇൻപുട്ടിൽ നിന്ന് നോർമൽ ലോസ് ലെസ് ചെയ്യാം, ശരിയല്ലേ. 920ൽ നിന്ന് നോർമൽ ലോസ് ആയിട്ടുള്ള ലോസ് ഇൻ വെയിറ്റും സ്ക്രാപ്പും ലെസ് ചെയ്യാം. അപ്പോൾ എന്താണ് ലാസ്റ്റ് പാരഗ്രാഫ്, ലാസ്റ്റ് സെൻറ്റൻസിൽ പറയുന്നത്? നെറ്റ് ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. അതായത് ഡെബിറ്റ് സൈഡിലുള്ള ഇൻപുട്ടിൽ നിന്ന് ക്രെഡിറ്റ് സൈഡിലുള്ള 2 ലോസ് ലെസ് ചെയ്യാം. നോർമൽ ലോസ് ഇൻക്ലൂഡ്സ് ലോസ് ഇൻ വെയിറ്റ് ആൻഡ് സ്ക്രാപ്പ്. നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ അതിൽ ലോസ് ഇൻ വെയിറ്റും ഉണ്ട് സ്ക്രാപ്പും ഉണ്ട്. 2 യൂണിറ്റും ടോട്ടൽ ഇൻപുട്ടിൽ നിന്ന് ലെസ് ചെയ്യുമ്പോഴാണ് നെറ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുമെങ്കിൽ അഡീഷണൽ വർക്കിനോട്ട് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ, ഞാനത് സെൻഡ് ചെയ്ത് തരാം. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യപ്പെടാം കേട്ടോ. അപ്പോൾ പ്രോബ്ലം നിങ്ങൾ ആദ്യം എഴുതിയെടുക്കുക, ശാന്തമായിട്ട് പ്രോബ്ലം കംപ്ലീറ്റ് കേൾക്കുക,
ഓരോ പോയിൻറ്റും നിങ്ങൾ നോട്ട് ചെയ്യുക, എന്നിട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ക്ലിയർ ആവണില്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ.